ബ്രേക്ക് ഒട്ടും ഇല്ല അല്ലേ? ഓ സിമ്പിൾ സ്റ്റാർട്ട്. സുസുക്കിയുടെ ഒരു GS150 കേട്ടോ. നിർത്തി പുതിയ വണ്ടി ബുക്ക് ചെയ്തായിരുന്നു. CT1 അല്ലേ ബജാജിൻ്റെ. അത് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിയർ ബ്രേക്കർ. ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ചെറിയൊരു വണ്ടി നോക്കാനാട്ടോ. വണ്ടി സെക്കൻഡ്സ് ചെയ്താലും ചെറിയ വണ്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അല്ല പോയെ. അപ്പോൾ നമ്മൾ സെക്കൻഡ്സ് വണ്ടി നോക്കാനുള്ള പോക്കാണ് ഈ പോണത്. നമ്മുടെ വീടിനടുത്ത് തന്നെ കുറച്ച് സെക്കൻഡ്സ് വിൽക്കണ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈക്ക് ദേ ക്യാമറ വെക്കണം അവിടെ. സെക്കൻഡ്സ് വണ്ടികൾ വെക്കണ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അവിടെയൊക്കെ പോയി നോക്കിയായിരുന്നു. എന്നിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഞാൻ ജസ്റ്റ് മുന്നേ നിന്ന് പോയി നോക്കി. ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോവാണ്. 2 വണ്ടി നോക്കിയിട്ടുണ്ട്. ചെറിയൊരു വണ്ടിയാണ്. അപ്പോൾ അത് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം. ഞാൻ എന്നിട്ട് പുതിയ വണ്ടി ബുക്ക് ചെയ്തായിരുന്നു. CT1 അല്ലേ ബജാജിൻ്റെ. അത് ബുക്ക് ചെയ്തായിരുന്നു. ബുക്ക് ചെയ്യല്ല, ജസ്റ്റ് എൻക്വയറിയും കാരണം ചെയ്ത് ബുക്കിങ്ങിലിട്ടായിരുന്നു. അപ്പോൾ വണ്ടി ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ എനിക്ക് പുതിയ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അതിൻ്റെ ഉപയോഗമില്ല തോന്നി. അപ്പോൾ ഏതെങ്കിലും ചെറു വണ്ടി പറഞ്ഞാൽ എടുക്കാം. നമുക്ക് ചെറുതായി നാട്ടിലോടിക്കാനല്ല, അതിനിപ്പോൾ പുതിയ വണ്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി നോക്കാൻ പോവാണ് ഇപ്പോൾ. ഗൈസ്, ഇത് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടാ. ഇവിടെ നിന്നിട്ട് വണ്ടി നോക്കണേ. നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കി വെക്കാം. നേരത്തെ വന്നില്ലേ? RC നാളെ വരാന്ന്. ടെസ്റ്റ് ഡ്രൈവ് നോക്കി നോക്കാം. എന്നാൽ ഏതാ ഒന്ന് തീരുമാനിക്കാമല്ലോ. മറ്റേ നമ്മുടെ ഗ്ലാമറിന് ബാറ്ററി ഉണ്ടാവില്ലേ? ബാറ്ററി എപ്പോഴത്തേക്കും ഇടുമല്ലേ? ഓക്കെ. ഗ്ലാമർ ഏതാ മോഡൽ? 2009. എത്ര മാസമാണ്? RC നോക്കണല്ലേ. സുസുക്കിയുടെ ഒരു GS150 കേട്ടോ. നിർത്തിയ മോഡൽ, പുളി വണ്ടി, ഫിക്സ് സ്പീഡ്. ഡിസ്കവർ, പൾസർ, എൻഡോർക്ക് എല്ലാ വണ്ടിയും കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. ഇതൊരു എക്സ്ട്രീം എടുക്കണം. എക്സ്ട്രീമൊക്കെ നമുക്ക് വരുന്നത് സിംഗിൾ ഓണർ 2005, 28,000, 28,000 രൂപ കേട്ടോ. അതൊക്കെ ഉണ്ട് കേട്ടോ. 25 രൂപ സ്പ്ലെൻഡർ വയ്ക്കണം. വെട്ടിപ്പൊക്കെ വണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോണത് ഇതേ ഇരിക്കണം. നമ്മൾ നോക്കാൻ പോണ വണ്ടി പോളി വണ്ടി, സ്റ്റാർ സിറ്റി ഉണ്ട്. പിന്നെ ആ ഗ്ലാമറും ഉണ്ട്. ഇതിലേതെങ്കിലും നമ്മൾ നോക്കണം ചേട്ടാ നമ്മൾ എടുക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടികളൊക്കെ മാറ്റണം കേട്ടോ. അത് ചടങ്ങാണ് കേട്ടോ വണ്ടികളൊക്കെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഓക്കെ, ഭയങ്കര പണി കേട്ടോ. ഒരു വണ്ടി ഓടിച്ച് നോക്കണമെങ്കിൽ ഇത് ഫുള്ള് എടുത്ത് മാറ്റണം. അത് വലിയ പണിയാണ്. ഓ സിമ്പിൾ സ്റ്റാർട്ട്. ഇതൊക്കെ മൈസ്ട്രോ കിലോമീറ്റർ 32,000 കിലോമീറ്റർ കൂടി വണ്ടി കേട്ടോ. ബ്രേക്ക് ഒട്ടും ഇല്ല അല്ലേ? ഇപ്പോൾ ഗൈസ്, ഇതിലൊന്ന് എയർ അടിച്ച് നോക്കാം കേട്ടോ. നമ്മൾ പമ്പിൽ നിന്ന് ഇറങ്ങി ഇതിലൊന്ന് എയർ അടിച്ച് നോക്കട്ടെ. വണ്ടി നല്ല രീതിക്ക് ഉഴഞ്ഞു പോകുന്നുണ്ട്. കുറേ നിർത്തിയിട്ട് ചെറിയ ബെൻഡ് പോലെ തോന്നുന്നുണ്ട്. ഇതാണ്ടോ നമ്മൾ നോക്കിയ വണ്ടി വലിയ വിഷയങ്ങളൊന്നുമില്ല. വണ്ടി വിലക്കുള്ള വണ്ടിയൊക്കെ ഉണ്ട്. ഓയിലും കാരണം ഇതിനെ കുറച്ച് ഓയിൽ കൊണ്ടുവരാം.
എടുക്കട്ടെ. ഓക്കേ, നമുക്ക് എഞ്ചിനൊന്നും കുഴപ്പമില്ല, ഗിയർ ഇടുമ്പോഴൊന്നും കുഴപ്പമില്ല. ഇപ്പം ഒന്നുമില്ല. ഓക്കെ, ബുഷിൻ്റെ ആവൂല്ലേ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ഓടിക്കാൻ സുഖമുണ്ട്, വണ്ടി കുഴപ്പമില്ല. ഈ ഓയിൽ ലീക്ക് എന്താ ബോസേ? ഓയിൽ ലീക്ക് ഉണ്ടോ? അതെ, അതെയോ? ഗോൾഡ് അല്ലേ? ഓക്കെ, അതെ അല്ലേ? ആ, ബാറ്ററി വയ്ക്കാല്ലേ? ഇതൊന്നും റെഡി ആക്കില്ല ഈ സാധനം ഒന്ന്, ഈ ഹാൻഡിലിൻ്റെ. ഇത് കുഴപ്പമില്ല, ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ലേ? പിന്നെ ബാറ്ററി കറണ്ട് വരും അല്ലേ? ഇത് കയറ്റിക്കോളൂ കേട്ടോ, കയറ്റിക്കോളൂ ചേച്ചി. ആ വണ്ടി കുഴപ്പമില്ല, അതിന് എയർ ഇത്തിരി കുറവുള്ളതുകൊണ്ടേ. ആ, ആദ്യം ഓടിക്കുമ്പോഴേ എയർ അടിച്ചപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു കേട്ടോ. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു, വണ്ടി കുഴപ്പമില്ല, നീറ്റ് വണ്ടിയാണ്. ഇത് ശരി ടോസേ, ഇത് ചടങ്ങാ. ആ, ഒരു 30-28. ആ, ഹൈവേയിലെ കാര്യം പറഞ്ഞേ. ഹൈവേയിലെ കാര്യം പറഞ്ഞേ. ഇത് കൊടുക്കാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ വണ്ടി നോക്കണം തന്നെ. ഇത് ഞാൻ എടുത്തിട്ടൊരു 3 കൊല്ലമായി. അതെ അല്ലേ? വിട്ടല്ലേ? ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ആക്കിയാൽ മതി. നാളെ വരാം എന്തായാലും. വണ്ടി നീ കുഴപ്പമില്ല, ബാക്ക് ഫ്രണ്ട് ടയർ മാത്രം വിഷയമുള്ളൂ, നമുക്ക് എന്തായാലും ചെയ്യാമല്ലേ? അപ്പം എന്നാൽ ശരി, വണ്ടി നോക്കി ഏകദേശം കൺഫേം ആക്കി. ഇനി നമ്മുടെ ഒരു ചെറിയ വണ്ടി എടുക്കണ്ട, ഒരു ഡ്യൂറ എടുക്കണ്ട, അത് എക്സ്ചേഞ്ച് അടിക്കണം. അപ്പോൾ അതിന് RC ബുക്കായിട്ട് വന്നിട്ട് ബാലൻസ് ക്യാഷും പേ ചെയ്തിട്ടുണ്ടോ? ഓ മൈ ഗോഡ്, ബാലൻസ് ക്യാഷും പേ ചെയ്തിട്ട് കൊടുക്കാനുള്ള പ്ലാനാണ്. ഞങ്ങളുടെ പിള്ളേരുണ്ട്, പിള്ളേരത് കേട്ടെ.